നോട്ടീസ് നൽകി, നിയമപരമായ നോട്ടീസ് നൽകി TDFിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പണിമുടക്കം ഞങ്ങൾ പ്രഖ്യാപിച്ചത് KSRTC ജീവനക്കാരുടെ പണിമുടക്കം എന്നാണ് പ്രഖ്യാപിച്ചത്. ആ പണിമുടക്കം KSRTCയിലെ ജീവനക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് പണിമുടക്കിൻ്റെ ഏകദേശം പകുതിയോളം സമയം അടുക്കുന്ന ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പെർമനൻ്റ് ജീവനക്കാരിൽ 60% ഇന്ന് ജോലിക്ക് ഹാജരായിട്ടില്ല എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുകയാണ്. TDFിൻ്റെ അംഗബലം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 30% താഴെ മാത്രമേ പെർമനൻ്റ് ജീവനക്കാരായിട്ട് കയറേണ്ടതുള്ളൂ. പക്ഷേ ഇന്നത്തെ TDF മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ് എന്നുള്ളത് കൊണ്ടാണ് തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ സർവീസ് നടത്തുന്നത് ബദലി താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത്. ലൈസൻസ് പോലും കൊണ്ടുവരാത്തവരെ വച്ച് ഇന്ന് ഓടിപ്പിച്ച അനുഭവം പാലോട് ഡിപ്പോയിലുണ്ടായി. പല ഡിപ്പോകളിലും സർവീസുകൾ പകുതിയിലേറെ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഓടുന്ന ബസ്സുകളിൽ ഏറെയും ബദലി ജീവനക്കാരെ വച്ചിട്ടാണ് ഓടിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 314 ജീവനക്കാരാണ് മരണപ്പെട്ടത്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഹൃദയസ്തംഭനം മൂലം, ആത്മഹത്യ മൂലം നടന്നിട്ടുള്ള മരണങ്ങളാണ് ഏറ്റവും കൂടുതൽ. ജീവനക്കാർ മാനസിക സമ്മർദ്ദം കൊണ്ട് ഹൃദയം പൊട്ടി മരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണാം, ഇവിടെ തൊട്ടടുത്ത് ഇപ്പോൾ തന്നെ ഒരു മൃതദേഹം, ഹൃദയം സ്തംഭനം മൂലം മരണപ്പെട്ട ഒരു തൊഴിലാളിയുടെ മൃതദേഹം ഇപ്പോൾ ഈ ഡിപ്പോയിൽ കൊണ്ടുവന്നതേയുള്ളൂ. 313 വരെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 103 മാസമായിട്ടും യഥാസമയം ശമ്പളം കൊടുത്തിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൃത്യമായി ശമ്പളം കൊടുക്കണമെന്നാണ്. കോടതി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, മന്ത്രിമാർ ഉറപ്പ് നൽകി. ഒരു ഉറപ്പും പാലിക്കപ്പെടുന്നില്ല. കൃത്യമായി ശമ്പളം നൽകാമെന്നുള്ള ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. ഇവിടെ തന്നെ 31% DA കുടിശ്ശികയായിരിക്കാൻ. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ 44,000-ഓളം വരുന്ന ജീവനക്കാർക്ക് എല്ലാ മാസവും അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കുമായിരുന്നു എങ്കിൽ ഇന്ന് 22,000 ജീവനക്കാർക്ക് പോലും ഈ ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ തൊഴിലാളികളും PFിലേക്ക് ലക്ഷക്കണക്കിന് രൂപ അടച്ച് PF അക്കൗണ്ടിൽ ഉണ്ടായിരിക്കെ ആ തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു ഹാർട്ട് ഓപ്പറേഷന് വന്നാൽ, അല്ലെങ്കിൽ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, വൃക്ക രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക്, അല്ലെങ്കിൽ വീടൊരു ജപ്തിയായിപ്പോയാൽ അതിൽ നിന്ന് 1 ലക്ഷം രൂപ പോലും ലോണായി എടുക്കാൻ ഒരു വായ്പ ചോദിച്ചാൽ പോലും കൊടുക്കാത്ത തരത്തിലേക്ക് PF വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTCയുടെ റൂട്ടുകളെല്ലാം തന്നെ സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള റൂട്ട് സ്വകാര്യവൽക്കരണമാണ് KSRTCയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDFിൻ്റെ കാലത്ത് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി നേടിയെടുത്തിട്ടുള്ള 249 സൂപ്പർ ക്ലാസ് റൂട്ടുകൾ ഉൾപ്പെടെയുള്ള റൂട്ടുകൾ ഇന്ന് സ്വകാര്യ ലോബിക്ക് തീരെഴുതിയിരിക്കുകയാണ്. 1000-ഓളം റൂട്ടുകളാണ് സ്വകാര്യ ലോബിക്ക് കൊടുക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പുതിയ നിയമനങ്ങളില്ല, പുതിയ ബസ്സില്ല. സ്വാഭാവികമായും 15 വർഷമെല്ലാം കഴിയുന്ന ബസ്സുകൾക്ക് ഓടാൻ കഴിയില്ല. അപ്പോൾ ഇത് സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള കളമൊരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. 16 ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ശമ്പളം എഴുതുന്നില്ല. അങ്ങനെ വർഷങ്ങളായി അവരുടെ ശമ്പളം പെൻഡിങ്ങിലാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അവരുടെ NDR യഥാസമയം അടയ്ക്കാത്തത് കൊണ്ട് പല തൊഴിലാളികളും ജപ്തി ഭീഷണിയെ നേരിടുകയാണ്. അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ബാങ്കുകളിലെടുത്ത വായ്പ മാനേജ്മെൻറ്റ് പിടിച്ച തുക പോലും ആ ബാങ്കുകളിലേക്ക് അടയ്ക്കാത്തത് കൊണ്ട് അവർ ജപ്തി ഭീഷണി നേരിടുകയാണ്. NPSലേക്ക് പിടിച്ച പൈസ അവിടെ അടയ്ക്കുന്നില്ല. അത് ലക്ഷക്കണക്കിന് രൂപയാണ് റിട്ടയർ ചെയ്യുമ്പോൾ ഓരോ തൊഴിലാളിക്കും നഷ്ടം വരുന്നത്. ഇങ്ങനെ വളരെ ജെന്യൂനായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. കഴിഞ്ഞ എത്രയോ കാലമായി എല്ലാ മാസവും 1/2 ഡസനിലധികം സമരമാണ് TDFിൻ്റെ നേതൃത്വത്തിൽ ശമ്പളത്തിനും മറ്റാനുകൂല്യങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പോലും, ഒരു സർവീസ് പോലും മുടക്കാതെ ലീവ് എടുത്ത തൊഴിലാളികളെയും വീക്കിലി ഓഫുള്ള തൊഴിലാളികളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് ഒരു ദോഷവും വരരുതെന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇന്ന്
എല്ലാ ക്ഷമയും നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രി ജനുവരി 1-ാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോഴും കിട്ടിയിട്ടില്ല. ഇന്ന് 4-ാം തീയതി ആയിരിക്കുകയാണ്. ശമ്പളം എന്ന് കൊടുക്കുമെന്ന് പോലും പറയാൻ കഴിയുന്നില്ല. ഗീർവാണങ്ങൾ അടിക്കുന്നതല്ലാതെ തൊഴിലാളിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഈ പണിമുടക്കം സമൂഹത്തിനാകെ തന്നെ ന്യായമാണ് എന്ന് ബോധ്യമായിരിക്കുകയാണ്. ഇന്ന് ബസ്സുകൾ നോക്കിയാൽ ഏറെക്കുറെ യാത്രക്കാർ KSRTC ബസ് ബഹിഷ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പല ബസ്സുകളിലും ആളില്ലാതെ പല ബസ്സുകളും ഓടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ നിർബന്ധിച്ച് ഷെഡ്യൂളുകൾ ഞങ്ങൾ ഇത്ര ഓടിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി പല ഇടങ്ങളിൽ നിന്നും ആളുകളെ വിളിച്ചു വരുത്തി, ബദലിക്കാരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി സമയം കഴിഞ്ഞതിന് ശേഷം 8 മണിക്ക് ഓടേണ്ടത് 12 മണിക്കെല്ലാം ഓടിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇത്ര സർവീസ് നടത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. തൊഴിലാളികൾക്ക് ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചു. എല്ലാ കരിനിയമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് 60% വരുന്ന ജീവനക്കാർ ഈ പണിമുടക്കത്തിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായി ഇതിനെ പിന്തുണയ്ക്കേണ്ടുന്ന CIT ഉൾപ്പെടെയുള്ള നേതൃത്വം പണിമുടക്ക് പരാജയപ്പെടുത്താൻ നേരിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് തൊഴിലാളികളോടുള്ള വഞ്ചനയും വർഗ വഞ്ചനയുമാണ്. ഗവൺമെൻറ് നടത്തുന്ന തൊഴിലാളി ദ്രോഹങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും സഹായവും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മാത്രമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്.